സ്നേഹമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരിക്കൽ സന്ദീപ് വാര്യരെ കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ CPM-ലേക്ക് പോകാത്തത്? അയാൾ പറഞ്ഞു, ഷാജി ഒരു ചേഞ്ച് വേണ്ടതെന്നാണ്, ഒരു ചേഞ്ച് വേണ്ടതെന്നാണ്. RSS നിന്ന് വന്ന് BJP-യിലേക്കല്ലേ CPM-ലേക്ക് പോയാൽ എന്താണ് ചേഞ്ച്? എന്താണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്? നിങ്ങൾ ഒരു വ്യത്യാസവും ഇല്ലാതായിരിക്കാൻ ഒരേപോലെ. എന്നാൽ ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോളൂ CPM-കാരാ, ഈ കളി നിങ്ങൾക്ക് അപകടമാണ്, നിങ്ങൾക്ക് നഷ്ടമാണ്. RSS-കാരൻ നുഴഞ്ഞു കയറുന്നത് ഇന്ന് CPM-നകത്തേക്കാണ്. തിരുവനന്തപുരത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജോയ് പറയുന്നുണ്ട്. ജോയ് ഒരു ഉളുപ്പില്ലാതെ പറയാണ്. എന്താ പറയണറിയോ? ആ ഏരിയ സെക്രട്ടറി പതുക്കെ RSS-ലേക്ക് പോകുന്നത് ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിമാരും നിങ്ങളുടെ ഭാരവാഹികളും CPM-ലേക്ക് പോകാൻ. സഖാവ് പിണറായി വിജയ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങള് അവർ തീവ്രവാദ വോട്ടാണ്, അതാണ് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തത് എന്ന് പറയണില്ലേ നിങ്ങള്? എന്നാൽ ആ വയനാട് തെരഞ്ഞെടുപ്പിൽ എന്റെ കണ്ണു തുറക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട്. എന്താണെന്നറിയോ? വയനാട്ടിലെ 175 ബൂത്തുകളിൽ രണ്ടാമതെത്തിയത് RSS ആണ്. വയനാട് എന്റെ മണ്ണാണ്, ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വയനാട്. ആ ചുരമൊന്ന് കയറാൻ എല്ലാ ശനിയും ഞായറും ഒക്കെ പലരും കയറും. ചുരമൊന്ന് കയറുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കാറുണ്ട്. ശരീരത്തില് അങ്ങ് ലക്കടി എത്തുമ്പോൾ ഒരു കാറ്റുണ്ട്. ആ കാറ്റൊരു വെറും പ്രകൃതിയുടെ കാറ്റല്ല, എന്റെ നാടായതുകൊണ്ട് പറയുകയല്ല. വയനാട്ടിലെ ആ തണുപ്പ്, ആ സൗന്ദര്യം അവരുടെ ജീവിതത്തിലുമുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾ വയനാട്ടിൽ ഉണ്ടാവാറില്ല. അവിടങ്ങളിൽ മതത്തിന്റെ പേരിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവാറില്ല. ഒരു മിതത്വമുള്ള മനുഷ്യന്മാരും അവരുടെ രീതികളുമാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ടാവുന്നത്. അവിടെയാണ് 175 ബൂത്തുകളിൽ രണ്ടാമത്തെ കക്ഷിയായി RSS വരുന്നത്. ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് അതൊരു ആശങ്കയോടുകൂടി കാണുന്നവരാണ് ഞാൻ. CPM തോൽക്കുന്നു എന്നത് സന്തോഷമുള്ള കാര്യമായി ഞങ്ങൾ കാണുകയല്ല. ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിലെ RSS-ന്റെ ഇത്തവണത്തെ പ്രിയങ്ക ഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി ആരാണ്? നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയോ? പറയാൻ കഴിയുന്ന ഒരു BJP നേതാവല്ല. കോഴിക്കോട്ടെ ഒരു കൗൺസിലർ, ഒരു കോർപ്പറേഷനിലെ കൗൺസിലർ. CPM-ന്റെ സ്ഥാനാർത്ഥി അങ്ങനെയല്ലല്ലോ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അങ്ങനെയല്ലല്ലോ. CPI-കാരനായ മൊഗേരിയാണ്, സത്യൻ മൊഗേരിയാണ്. ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയാം. എത്ര തവണ MLA, എത്ര സാധുവായ മനുഷ്യൻ. എനിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരു സുഹൃത്തു കൂടിയാണ് ആ മനുഷ്യൻ. അയാളല്ലേ മത്സരിച്ചത്? സത്യൻ മൊഗേരി മത്സരിക്കുമ്പോ ആ സത്യൻ മൊഗേരിയോട് മത്സരിക്കുന്ന അവിടുത്തെ BJP-കാരി, പേര് പറയാൻ പോലും നമ്മുടെ നാവിൽ വരാൻ അത്രമേൽ വലിയ നേതാവല്ലാത്ത ഒരാൾ മത്സരിച്ചിട്ട് വയനാട്ടിലെ 175 ബൂത്തിലടക്കം നിങ്ങൾ പിറകോട്ട് പോയെങ്കിൽ എവിടെയാണ് അപകടമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അപകടം ഇതാണ്. ആളുകൾ വിചാരിക്കുന്നത് എന്തിനാണ് ഒറിജിനൽ BJP ഉള്ളപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് BJP-യിലേക്ക് പോകുന്നത് എന്നതുകൊണ്ടാണ്. CPM-കാര നിന്നെ അവർ തെരഞ്ഞെടുക്കാത്തത്. ഒറിജിനൽ BJP ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഡ്യൂപ്ലിക്കേറ്റ് BJP? പിന്നെ എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് RSS? നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എടുക്കുന്ന സ്പേസ് എന്താണെന്നറിയോ? ഈ നാട്ടിലെ സംഘപരിവാരത്തിന്റെ സ്പേസ് ആണ്. അതുകൊണ്ട് അത് തിരിച്ചറിയൽ അനിവാര്യമാണ്. നിങ്ങൾ ഭരണം കൊണ്ട് ആകെ തകർന്ന ഒരു രാഷ്ട്രീയം, നിങ്ങൾക്ക് പറയാൻ ഒന്നുമില്ല. ഇന്ന് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി, വയനാട് പാക്കേജ് നാളെ പ്രഖ്യാപിക്കും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ട വാർത്തയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ യോഗത്തിനിടയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വയനാട് പാക്കേജ് നാളെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. ഞാൻ വയനാട്ടുകാരനാണ്, നിങ്ങൾക്കറിയാലോ എന്തുമാത്രം ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ഏതെല്ലാം തരത്തിൽ പ്രതിരോധിക്കാനാണ് മനുഷ്യർ ശ്രമിച്ചത്. ഒരു പാക്കേജ് ഈ നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ പ്രഖ്യാപിക്കുമ്പോഴും വയനാട്ടില് 1 ഏക്കർ പോലും നിങ്ങൾ അക്വയർ ചെയ്തിട്ടില്ല. കേസുള്ള ഭൂമി അപ്പുള്ളത്. പിന്നെ ഈ പദ്ധതി എവിടെയാണ്? ആകാശത്ത് പ്രഖ്യാപിക്കുവോ? നാളെ നിങ്ങൾ വീട് കൊടുക്കുമെന്ന് പറയും, സ്കൂൾ ഉണ്ടാക്കുമെന്ന് പറയും. എവിടെ? ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അവിടെ 1 ഏക്കർ ഭൂമി അക്വയർ ചെയ്തിട്ടില്ല. എവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുക? എത്ര മനുഷ്യർ മരിച്ചതാണ്? എത്ര മനുഷ്യർ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടായി അവിടെ. ഒരു ദിവസം നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അവിടെ ഉള്ള ആളുകൾ അങ്ങ് നിഷ്പ്രഭമായി ഇല്ലാതെ പോവുകയാണ്. അവരുടെ കൈയും കാലും തലയും ഒക്കെ പെറുക്കിയെടുത്തത് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിലമ്പൂരിലെ ആ പുഴയിൽ നിന്നാണ്. എത്ര മനുഷ്യർ! എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ പോകുന്ന ഇടമാണ്. എനിക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു 10-30 പേർ മരിച്ചുപോയവരുടെ കൂട്ടത്തിലുണ്ട്. യൂത്ത് ലീഗുകാരായി, യൂത്ത് കോൺഗ്രസുകാരായി, അവിടുത്തെ പൊതുപ്രവർത്തകരായ ആളുകൾ. എത്ര പേർ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതുവരെ? ഏതെല്ലാം സംഘടനകൾ വീട് പ്രഖ്യാപിച്ചു? എന്നിട്ട് നിങ്ങൾ ഓർത്തു നോക്കണം, അന്ന് ഞാൻ ആ ദുരന്ത ഭൂമിയുടെ അകത്ത് നിന്ന് പറഞ്ഞു. നിങ്ങൾ പറയും ദുരന്തമുണ്ടാകുമ്പോൾ ഇതാണോ പറയേണ്ടത് ഷാജി എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കളിക്കാൻ പോണ രാഷ്ട്രീയമാണ്.
ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയിട്ട് 2 വാർഡിൽ നടത്തിയ സർവേയിൽ നിങ്ങൾ എന്താണ് 2 തവണ പേരു ചേർത്ത ക്രമക്കേട് 70-ലധികം ആളുകളുണ്ട്. ആലോചിച്ച് നോക്കണം. ആ ഉദ്യോഗസ്ഥന് നടപടിയില്ല. ആ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടാണ് നിങ്ങൾ പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. നാളത്തെ പാക്കേജ് പ്രഖ്യാപനം കഴിയട്ടെ, അപ്പോഴറിയാം എന്താണ് വയനാട്ടിൽ നിങ്ങൾ കളിക്കുന്ന ഈ പണം കൊണ്ടുപോലും കളിക്കുന്ന കള്ളക്കളി എന്ന്. അവിടെ ചെയ്യാമായിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. മുസ്ലിം ലീഗിന്റെ കയ്യിൽ പൈസയുണ്ട്. 100 വീട് കൊടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. മൊത്തം ആളുകൾ പറഞ്ഞത് 600 ചില്ലാനും വീടുകളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊക്കെ ഇവിടെ ഈ പരിസരത്ത് ഈ കടലിനോട് ചേർന്നൊക്കെ ജീവിക്കുന്ന ആളുകളല്ലേ. ഈ പരിസരത്തൊക്കെ ദുരന്തങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, നമ്മൾക്കൊക്കെ ഈ ഭൂമിയിൽ എന്താണ് ഒരു ഉറപ്പുള്ളത്? അവിടെ കിടന്ന മനുഷ്യരും അവർ അവിടെ സേഫാണെന്ന് വിചാരിച്ച് നിന്നവരല്ലേ. നിങ്ങളൊക്കെ നികുതി കൊടുക്കണില്ലേ? എന്തിനാണ് നികുതി കൊടുക്കുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ അതിന്റെ സ്ക്വയർ ഫീറ്റ് അളന്ന് നികുതി പഞ്ചായത്ത് വാങ്ങും. നിങ്ങളൊരു ഭൂമി വാങ്ങിയാൽ ആ ഭൂമിയുടെ സെന്റ് അനുസരിച്ച് നികുതി വില്ലേജ് വാങ്ങും. എന്തിനാ ഈ നികുതി വാങ്ങുന്നത്? നികുതി ഈ രാജ്യം കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. നിങ്ങളുടെ 1000 സ്ക്വയർ ഫീറ്റ് വീടിനും 2000 സ്ക്വയർ ഫീറ്റ് വീടിനും 1 ഏക്കർ ഭൂമിക്കും രാജ്യം തരുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അതിരുമാന്താൻ വേറെ ഒരാൾ വരുമ്പോൾ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോകുന്നത്, എന്റെ അതിരൊന്ന് തിരിച്ചു തരണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ഭൂമിയുടെ അതിര് തീരുമാനിക്കുന്നത് വില്ലേജാണ്. കാരണം നിങ്ങൾ നികുതി കൊടുത്ത് നിന്റെ ഭൂമിയുടെ ഉറപ്പ് വാങ്ങുന്നത് വില്ലേജിൽ നിന്നാണ്. ഈ പറയുന്ന പ്രദേശത്ത് 1 ഏക്കർ ഉള്ളവരുണ്ട്, 5 സെന്റ് ഉള്ളവരുണ്ട്. ഒരു രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ 1 ഏക്കറിന് നികുതി കിട്ടിയവന്റെ ഉറപ്പ് എന്താണ്? നിങ്ങൾ എല്ലാവർക്കും 5 സെന്റാ കൊടുക്കുന്നത്, എല്ലാവർക്കും 1000 സ്ക്വയർ ഫീറ്റാ കൊടുക്കുന്നത്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചവൻ ഒരു രാത്രിയിലെ അവന്റെതല്ലാത്ത കാരണം കൊണ്ട് ദുരന്തത്തിനിരയായാൽ അവൻ പാർക്കേണ്ടത് 1000 സ്ക്വയർ ഫീറ്റിലാണോ? പിന്നെ എന്തിനാണോ സർക്കാർ നികുതി വാങ്ങുന്നത്? എന്തിനാ ഗവൺമെന്റ് നികുതി വാങ്ങുന്നത്? ഈ നികുതിയുടെ ഉറപ്പെന്താണ്? എന്താണ് അതിൽ ജനങ്ങളോട് പറയാനുള്ള ഒരു ഉറപ്പ്? നിങ്ങളുടെ പാക്കേജ് വരട്ടെ. ഇന്ന് നാളെ പ്രഖ്യാപിക്കുന്ന പാക്കേജ് ഈ ഭൂമിയിൽ ഒരിടം പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെയാണ്. കാപട്യം. ഇന്നലെ ഒരു വാർത്ത കണ്ടോ നിങ്ങൾ? മിനിഞ്ഞാന്ന് നടന്നു തോന്നുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവില് വലിയ വിപ്ലവം നടക്കാൻ പോവാൻ. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, പെയിൻ ആൻഡ് പാലിയേറ്റീവില് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. സർക്കാരിന്റെ ഒരു തട്ടിപ്പിന്റെ ഊക്ക് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഒരു മീറ്റിംഗ് സർക്കാർ വിളിച്ചു കൂട്ടി. എന്നിട്ട് വലിയ വാർത്തയാണ്, ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിനെ ഇനി ഓൺലൈൻ ആക്കാൻ പോവാണ്. എന്താ ഓൺലൈനിൽ അറിയങ്ങള്? ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവില് രോഗികളായ ആളുകൾക്ക് ഇനി വെബ്സൈറ്റിൽ കയറിയിട്ട് ഡിമാൻഡ് ചെയ്യാം. അവർക്ക് ഉടനെ സഹായം എത്തിച്ചു കൊടുക്കും. ആര് സഹായം എത്തിച്ചു കൊടുക്കും? നിങ്ങളുടെ നാട്ടിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അവര് സഹായം എത്തിച്ചു കൊടുക്കും. ആര്? സർക്കാരിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അല്ല. അവരുടെ കയ്യിൽ ഒരു ചുക്കൂല്ല. ഉള്ളത് നിങ്ങളുടെ നാട്ടിലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവിനെ ഈ വെബ്സൈറ്റ് പറയും. എന്നിട്ടോ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. ഇവരെ പണി എന്താണ്? ആളെ പറഞ്ഞിരുന്ന മേസ്തിരി പണി. ഓരോ കയ്യിലുള്ള എന്താ നിങ്ങൾ ഒരു വെബ്സൈറ്റ്. പണി ആരെടുക്കണം? നാട്ടിലെ പെയിൻ ആൻഡ്. എങ്ങനെയാണോ ഈ നാട്ടില് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉണ്ടായത്? എങ്ങനെ ഉണ്ടായത്? രോഗികളെ ശുശ്രൂഷിക്കാൻ സർക്കാരിന്റെ കയ്യിൽ സംവിധാനമില്ല. ബദലുകൾ ഉണ്ടായി. കൊയിലാണ്ടിയിലെ കുറച്ചുപേർ ചേർന്നിരുന്നു, നന്ദിയിലെ കുറച്ചുപേർ ചേർന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ നാട്ടിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, സഹായിക്കണം. ഖത്തർ KMCC, ദുബായ് KMCC, നാട്ടിലെ ബിസിനസ്സുകാർ, കച്ചവടക്കാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ, ഇവനെല്ലാം അവന്റെ കയ്യിലെ പണമെടുത്ത് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇവിടെ തുടങ്ങുക. എന്നിട്ടോ പ്രയോറിറ്റി സർക്കാർ തീരുമാനിക്കുക. ഒരു ഗവൺമെന്റിന്റെ തട്ടിപ്പിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ അവരുടെ പീപ്പിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന പോലെ ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു പദ്ധതിയെ സർക്കാർ ഹയർ ചെയ്യുക. എന്നിട്ടോ അവൻ വെബ്സൈറ്റ് വഴി പ്രയോറിറ്റി തീരുമാനിക്കുക. നമ്മൾ നാട്ടിൽ ഈ പ്രയോറിറ്റിയുടെ ഉള്ളിൽ പെടാതെ കഷ്ടപ്പെടുന്നവന് സഹായം എത്തിക്കാൻ ചെയ്ത ഒരു കാര്യത്തെ വീണ്ടും ഗവൺമെന്റിന്റെ കയ്യിലേക്ക് തന്നെ കൊണ്ടുപോകാൻ, അവന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഞാൻ ദീർഘമായി പറയല്ല, ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാത്ത കുറെ ആളുകൾ, അവരെ അപകടപ്പെടുത്തുന്ന കുറെ ആളുകൾ, അവർക്കെതിരെയാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സുപ്രീം കോടതി വിധി, അത് നിങ്ങൾ മറക്കാതിരിക്കണം. ഈ വേദിയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരടക്കമുള്ളവർ എന്നതുകൊണ്ട് ഞാൻ ഒരിക്കലൂടെ നിങ്ങളോട് പറയാൻ ശ്രദ്ധേയമായ ഒരു വിധി. എന്തിനാണ് ഈ മുസ്ലിം ലീഗ് കോൺഗ്രസും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്? കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിൽ വലിയ തർക്കം ഉണ്ടായിട്ടില്ലേ? എല്ലാ കാലത്തും അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളില്ലേ? കോൺഗ്രസ് മുസ്ലിം ലീഗും വേറെ വേറെ പാർട്ടി തന്നെയാണ്, വേറെ വേറെ അജണ്ടയാണ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. പക്ഷേ കോൺഗ്രസും മുസ്ലിം ലീഗും യോജിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പോയിന്റ് ഉണ്ട്.
അതെന്താണെന്ന് അറിയുമോ? അത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മൗലികതയെ നിലനിർത്തുന്ന ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയമാവുക എന്നതാണ്. അതിന്റെ പേരിലാണ് തർക്കമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഓർത്തു നോക്കൂ, കഴിഞ്ഞ ആഴ്ചയിൽ വന്ന സുപ്രധാനമായ വിധിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും കക്ഷി ചേർന്നിട്ടുള്ള ഒരു വിധിയാണ് വന്നത്. എന്താണ്? ഈ ലോക്കൽ സമ്പൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ കോടതികളിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ലോക്കൽ കോടതിയിൽ ആ കോടതിയിൽ പോയി ഒരു കേസ് കൊടുക്കുക. എന്താ കേസ്? കൊയിലാണ്ടി പള്ളിയുടെ അടിയിൽ ഒരു വിഗ്രഹമുണ്ട്. അത് ഇന്ന പണിക്കര് പ്രശ്നം വെച്ച് കണ്ടെത്തിയതാണ്. അതുകൊണ്ട് അത് ക്ഷേത്രമായിരുന്നു. ആ വിഗ്രഹത്തെ തകർത്താണ് അവിടെ പള്ളി ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് സർവേ നടത്താൻ അനുമതി വേണം. കോടതി സമ്മതിക്കാൻ പാടില്ല. കാരണം ഇവിടെ 991 ആക്ട് ഉണ്ട്. എന്നിട്ടും ലോക്കൽ കോടതികൾ സമ്മതിക്കുക. പിന്നെ വിഷയമാകും, ജനങ്ങൾ തമ്മിൽ പ്രക്ഷോഭമാകും, സമ്പലിൽ മരിച്ച പോലെ ആളുകൾ മരിച്ചു പോകും. ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ ഇടപെടുന്നത്. ഇനി സർവേക്ക് ലോക്കൽ കോടതികൾ ഉത്തരവിറക്കരുത്. സമ്പലിന്റെ പശ്ചാത്തലത്തിൽ അടക്കം ഇത് ആശ്വാസമുള്ളതാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ വിധി പറഞ്ഞ ഈ വിധി കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അങ്ങനെ കേട്ടുപോയാൽ പോരാ. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, GM ബനാത്തുവാല സാഹിബിന്റെ ഖബറിനെ നീ സ്വർഗ പൂന്തോപ്പാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മനുഷ്യന്റെ വിയർപ്പ് അതിനകത്തുണ്ട്, ആ മനുഷ്യന്റെ അധ്വാനം അതിനകത്തുണ്ട്. 987 ഇന്ത്യയുടെ പാർലമെന്റിൽ ആ മനുഷ്യൻ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. എന്താ ബില്ലെന്നറിയോ? ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, ഇവിടുത്തെ പള്ളികൾ, ഇവിടുത്തെ ചർച്ചുകൾ, ഇവിടുത്തെ ഗുരുദ്വാരകൾ, ഇതെല്ലാം 947 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആക്കി. 15 ഓഗസ്റ്റ് 15 ആരുടെ കയ്യിലാണോ പള്ളി, ആരുടെ കയ്യിലാണോ ചർച്ച്, ആരുടെ കയ്യിലാണോ ക്ഷേത്രം, അതിന്റെ മുകളിൽ അവകാശവാദം ഉന്നയിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. സ്വാഭാവികമായി മുസ്ലിം ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ്. 87 സ്വകാര്യ ബില്ല് പരാജയപ്പെട്ടു. 990 കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മുന്നണിയിൽ നിന്ന് മുസ്ലിം ലീഗ് ഇറങ്ങിപ്പോന്നു. എവിടേക്കും പോയില്ല. മുസ്ലിം ലീഗ് സ്വതന്ത്രമായി നിന്നു. അങ്ങനെ നിന്നപ്പോഴാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. മുസ്ലിം ലീഗുമായി അങ്ങനെ പിണങ്ങാൻ കോൺഗ്രസിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. കേരളത്തിലെ 20 സീറ്റുകൾ തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനം മാത്രമല്ല, ആ ഒരു സഖ്യത്തിന്റെ ഒരു നൈർമല്യം കൂടി ഉണ്ടായിരുന്നു. കോൺഗ്രസ് പറഞ്ഞു അത് പുനഃപരിശോധിക്കണം. ചർച്ച തുടങ്ങി. മുസ്ലിം ലീഗ് ഒരു ഡിമാൻഡ് വെച്ചു. ഒറ്റ ഡിമാൻഡ്. എന്താണ്? വടകര പാർലമെന്റ് മണ്ഡലം, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം, അങ്ങനെ കുറെ പാർലമെന്റ് മണ്ഡലം ഞങ്ങൾക്ക് വേണമെന്നല്ല, നിയമസഭയിൽ ഞങ്ങൾക്ക് സീറ്റ് കൂടുതൽ വേണമെന്നല്ല. ഒരു ഡിമാൻഡ്. 987 GM ബനാത്തുവാല സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന സ്വകാര്യ ബില്ലിനെ ഔദ്യോഗികമായി ഇന്ത്യയിൽ അംഗീകരിക്കണം. കോൺഗ്രസ് ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞു ആലോചിക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചർച്ച. കോൺഗ്രസ് ഒരു ഡിമാൻഡ് വെച്ചു. എന്താണ്? ബാബരി മസ്ജിദ് ഒരു തർക്കഭൂമിയാണ്, കോടതിയുടെ മുമ്പിലുള്ള മാറ്ററാണ്, നിരവധി കേസുകളുണ്ട്. അതുകൊണ്ട് ബാബരി മസ്ജിദ് ഒഴിച്ചുള്ള എല്ലാ പള്ളികളും ചർച്ചുകളും ആരാധനാലയങ്ങളും മുഴുവൻ 947 കട്ട് ഓഫ് ഡേറ്റിലേക്ക് കൊണ്ടുവരുന്ന ബില്ല് കോൺഗ്രസ് കൊണ്ടുവരും. രണ്ടാമതൊരു വട്ടം ആലോചിക്കാതെ മുസ്ലിം ലീഗ് ആ സഖ്യത്തിലേക്ക് ചേർന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പിന്റെ ആരവത്തിലാണ്. ഞാനൊക്കെ അന്ന് ഒരു അനൗൺസറായി ഇങ്ങനെ നടക്കുന്ന സമയമാണ്. നാട്ടിൽ ആവേശകരമായി രാജീവ് ഗാന്ധിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള കവലപ്രസംഗങ്ങൾ അങ്ങനെ പോവാണ്. പെട്ടെന്നാണ് നമ്മളൊക്കെ സ്തബ്ധരാവുന്നത്. രാജീവ് ഗാന്ധി ചിതറിത്തെറിച്ച് ഇന്ത്യയുടെ തെരുവുകളെ ചോര വാർത്തി ആ മനുഷ്യൻ മരിച്ചുപോയി. നമ്മളൊക്കെ നിശബ്ദരായി നിന്നു ഒരുപാട് മണിക്കൂറുകൾ. പക്ഷേ ഇത് രാജ്യമാണ്, നമുക്ക് തിരിച്ചു വരണം. തെരഞ്ഞെടുപ്പ് വീണ്ടും തീയതി മാറ്റി പ്രഖ്യാപിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആവേശകരമായി പ്രസംഗിച്ച പൊതുയോഗങ്ങൾ സങ്കടത്തിന്റെ കടലായി പ്രസംഗങ്ങളുടെ രീതി മാറി. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വന്നു. പക്ഷെ നമുക്ക് ഉറപ്പ് തന്നത് രാജീവ് ഗാന്ധിയാണ്. എന്നിട്ടും ആ മനുഷ്യൻ മരിച്ചു പോയിട്ടും വാക്കു പാലിച്ചു കോൺഗ്രസ്. 991 ആ ബില്ല് കൊണ്ടുവന്നു. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ജനതയെ ആത്മബോധത്തോടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വർഗീയവാദികൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഭാവനയിലെ ഏറ്റവും മികച്ചതെന്തെന്ന് ചോദിച്ചാൽ വർത്തമാനകാലത്ത് പറയാൻ കഴിയുന്ന ഒരു ബില്ല് അതാണ്. എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നവരോട്, എന്തിനാണ് ഈ രാഷ്ട്രീയ സഖ്യങ്ങൾ എന്ന് ചോദിക്കുന്നവരോട്, എന്താണ് ജനാധിപത്യ ബോധത്തിന്റെ ആന്തരികമായ അർത്ഥം എന്ന് ചോദിക്കുന്നവരോട്
ലീഗിന് പറയാൻ കഴിയുന്ന ഉത്തരം ഇതാണ്. ഈ ഓഫീസ് ഇവിടെ ഉണ്ടാകുമ്പോ ഓർത്തുവെച്ച് നിങ്ങൾ പിന്നെയും പിന്നെയും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്തിനായിരുന്നു? ഈ പച്ചക്കൊടി പിടിച്ച് കുറെ പാവം മനുഷ്യന്മാർ, കുറെ പാവം എന്തിനായിരുന്നു? അവരുടെ അധ്വാനം എന്തിനായിരുന്നു? കുറെ ഉമ്മമാരുടെ പ്രാർത്ഥനകൾ എന്തിനായിരുന്നു? ഒരുപാട് പണ്ഡിതന്മാർ മുസ്ലിം ലീഗിന്റെ വേദിയിൽ കയറി അല്ലാഹുവേ ഈ സംഘത്തെ നീ ജയിപ്പിക്കണമേ എന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചത് എന്തിനായിരുന്നു? ഇതൊരു സ്നേഹമുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് ഇത് തകരാതെ പോകുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചെറിയ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കിയ മഹാ അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ചെറിയ സംഘമാണ്. എവിടെ നിന്ന് ശത്രുക്കൾ പതിരുന്ന് ആക്രമിച്ചാലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടെന്ന് അതിനെ തകർക്കാൻ എന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പണ്ഡിതന്മാർ പ്രാർത്ഥിച്ചുണ്ടാക്കിയ ഒരു സംഘടനയെ കുത്തിത്തിരിപ്പ് കൊണ്ട് തകർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവരേത് സഭയിൽപ്പെട്ടവരായാലും അത് സാധ്യമല്ല, അത് സാധ്യമല്ല. കാരണം ഇതിൽ ഒരാളുടെ അല്ല, ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും സ്പന്ദനത്തിൻ്റെയും, ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ കുട്ടികളുടെ ഭാവിയുടെയും കാര്യമുണ്ട്. ഉമ്മമാരും മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണം, രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കഴിയില്ല. നിങ്ങളിങ്ങനെ ഈ പൊതുയോഗത്തിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്കും മനസ്സിലായതുകൊണ്ടാണ് വരുന്നത്, എനിക്കറിയാം.